ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാനൊരു അബദ്ധം കാണിച്ചു തന്നിട്ടോ. പോക്കോ F7 Pro എന്ന് പറയുന്ന ഈ ഫോൺ ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. സംഭവം ഞാൻ വിചാരിച്ച് ഈ ഫോണിൻ്റെ സ്പെക്കിലായിരിക്കും നമ്മളുടെ പോക്കോ F7 ഇറങ്ങാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഇറക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ. പക്ഷേ അല്ലടേ, റെഡ്മിയുടെ ഏതോ ഒരു 4 Pro പ്ലസ് എന്തൊരു ഫോൺ വരണുണ്ട്. അതിൽ മറ്റേ സ്നാപ്ഡ്രാഗൺ 8s Gen 4ൻ്റെ പുതിയ ചിപ്സെറ്റൊക്കെ വെച്ചാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. പക്ഷേ നല്ല ഫോണായിരുന്നു കേട്ടോ. ഇത് അത്ര മോശമൊന്നും പറയാനില്ല. ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്ത് ഞാനിപ്പോൾ ഇത് തട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. സോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഗ്ലാസ് ബാക്കാണ്. നമ്മുടെ ഗൊറില്ല ഗ്ലാസിൻ്റെ 7i എന്ന് പറയുന്ന ഗ്ലാസ് ബാക്കും അലൂമിനിയം ഫ്രെയിമുമാണ് വരുന്നത്. മിക്കവാറും പോക്കോ F7 അലൂമിനിയം ഫ്രെയിം വരാൻ സാധ്യത കുറവാണ്. എന്താണെങ്കിലും നല്ല ബിൽഡ് ക്വാളിറ്റിയും നല്ല ഡിസ്പ്ലേയും നല്ലൊരു ആമുലേറ്റ് പാനലാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. നമുക്ക് 3200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, 1800 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് എന്ന് പറയേണ്ട അത്യാവശ്യം നല്ല ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയാൻ 6000 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ പെട്ടിയുടെ അകത്തുണ്ട്. സോ അങ്ങനെയൊക്കെ. പിന്നെ ബാക്ക് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 50 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ, 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡുമാണ് വരുന്നത്. ഇറ്റ്സ് എ വെരി ഡീസൻറ്റ് ഫോൺ ഫോർ ഗെയിമിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫോൺ. പിന്നെ ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലെന്നേ ഉള്ളൂ, ഭയങ്കര സംഭവമൊന്നുമല്ല. എന്തായാലും ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചത് ഇതായിരിക്കും പോക്കോ F7 എന്ന് പറഞ്ഞ് മേടിച്ച് എൻ്റെ പണി പാളി. ഇനിയിപ്പോൾ കയ്യിൽ നിന്ന് കാശും പോയി തേഞ്ഞൊട്ടി. ഇനിയിപ്പോൾ ഉള്ള കാശ് വെച്ച് ഇത് വിറ്റിട്ട് മറ്റത് വല്ലതും വരുമ്പോൾ മേടിക്കാടെ, എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എന്താണെങ്കിലും ജസ്റ്റ് മേടിച്ച സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. നല്ല ഫോണാണ്. ദുബായിലുള്ളവരാണെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ഇപ്പോൾ മേടിക്കാൻ കിട്ടും. 1700 ദിർഹം എന്തരമാണ്. പക്ഷെ നാട്ടിൽ ഇത് കിട്ടൂല. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി എന്നാൽ.